ക്ഷേത്ര ദർശനത്തിനായി സൂക്ഷിച്ച കുടുക്ക വയനാടിന് സംഭാവന ചെയ്ത LKG-കാരൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. ഇടുക്കി നെടുങ്കണ്ടം പച്ചടി SNLP സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരവ് സൽജിയാണ് കുടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ശ്രീകൃഷ്ണ ഭക്തനാണ് ആരവ് സൽജി. മാതാപിതാക്കൾക്കൊപ്പം നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു വർഷം മുൻപാണ് അമ്പലപ്പുഴ ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി ആരവ് കുടുക്കിയിൽ പണം സൂക്ഷിച്ചു തുടങ്ങിയത്. അമ്പലപ്പുഴ പോകാൻ അടുത്തുകുഞ്ഞ് വാങ്ങുന്നത്. അപ്പോൾ വൈകിട്ട് ദുരങ്ങളൊക്കെ ഉണ്ടായിട്ട് മണ്ണിൽ ഉണ്ടായിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഞാൻ പാവം കൊണ്ടിയൊക്കെ ആ കുടുക്ക കൊടുക്കുക. വയനാടിന്റെ ദുരിതമറിഞ്ഞതോടെ ക്ഷേത്ര ദർശനം പിന്നീടാകാമെന്ന് തീരുമാനിച്ച് കുടുക്ക ദുരിതാശ്വാസ നിധിക്ക് കൈമാറണമെന്ന മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. അമ്മ ദിവ്യയ്ക്കൊപ്പം സ്കൂളിലെത്തി കുടുക്ക ഹെഡ് മാസ്റ്റർ ബിജു പുളിക്കലേടത്തിന് കൈമാറി. അവിടെ പോയി അവിടെ നേർച്ച ഇടാൻ വേണ്ടി വെച്ചത് ഈ പൈസ ആരും നമ്മുടെ സ്കൂളിലേക്ക് തന്നിരിക്കുന്നു. എന്തിനാ? സ്കൂളിൽ നിന്നിട്ട് വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായില്ലേ? വയനാട്ടിൽ വലിയ ദുരന്തം പത്തി വായിച്ചാണോ? വലിയ മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും ഒത്തിരി പേരെ അവിടെ കാണാൻ കഴിയും. ആരവ് കുടുക്കയിൽ സൂക്ഷിച്ച തുക സ്കൂൾ അധികൃതർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ആരവ് തന്റെ കൊച്ചു സമ്പാദ്യം കൈമാറിയത്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.